നമസ്കാരം എല്ലാവർക്കും ഫിംഗർ മാജിക്കിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഫിനിക്സ് പേപ്പർ വെച്ചിട്ട് തന്നെ ഒരു ഫ്ലവർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ഫിനിക്സ് പേപ്പർ ഞാൻ ബ്ലൂ കളർ എടുത്തേക്കണേ. നമ്മൾ ബ്ലൂ ബെല്ലാണ് ചെയ്യണത്, അതുകൊണ്ട് ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു പീസ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഇപ്പോൾ തന്നെ അത് വരച്ചെടുക്കാം. ഈസി ആയിട്ട് വരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പീസ് ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഓരോ പീസ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് അങ്ങ് മാറിപ്പോകും. എന്നിട്ട് നമ്മളതിങ്ങനെ ഇതിലേക്ക് വെച്ചിട്ടാണ് അതിനെ വരച്ച് ഓരോന്ന് വരച്ച് നമ്മളതിനെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിപ്പോൾ ഈ പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് വരച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് തന്നെ 2-3 പീസ് നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും കട്ട് ചെയ്യാം. അത് നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ എപ്പോഴും വരച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിന് ഫിനിഷിങ് ഉണ്ടാവും. കാരണം എങ്ങനെ നമ്മൾ കൈകൊണ്ട് പിടിച്ചാലും ചിലപ്പോൾ തെന്നിപ്പോവും. പിന്നെ അതല്ല ഒത്തിരി വേസ്റ്റ് ആവും, അല്ലെങ്കിൽ പേപ്പർ ഒത്തിരി വേസ്റ്റ് ആവും. കാരണം ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ വരച്ച് ഓരോന്ന് വരച്ച് കുറച്ച് സമയം എടുക്കും, എന്നാലും അതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ അതേ വെച്ച് വെട്ടിയതുമാണ്, 2 പീസ് ഒരുമിച്ച് വെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആണെങ്കിലും നമ്മൾ ഇത് ഫിനിക്സ് പേപ്പറാണ്, ഫ്ലെക്സിബിളാണ്, നമ്മുടെ ആവശ്യത്തിന് നമുക്കിങ്ങനെ വളച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അറ്റം ഒന്നിങ്ങനെ പതുക്കെ ഇങ്ങനെ ബെൻഡാക്കി കൊടുക്കാം, അറ്റം മാത്രം. ഈ അറ്റം ഇങ്ങനെ ബെൻഡാക്കിയിട്ട് പതുക്കെ ഇങ്ങനെ കൈകൊണ്ട് ഒന്നിങ്ങനെ റോൾ ചെയ്യുക, ഒന്ന് മടക്കി വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക. നല്ലതിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പ് മനസ്സിലായില്ലേ? അറ്റം ഇങ്ങനെ ബെൻഡാക്കി ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഓരോന്നും അങ്ങനെ ചെയ്യും. ഈ അറ്റം മാത്രം ചെയ്താൽ മതി, താഴേക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതങ്ങനെ തന്നെ നിന്നോട്ടെ. അറ്റം മാത്രം അങ്ങനെ ചെയ്യാം, താഴേക്കൊന്നും ചെയ്യണ്ട. അപ്പോൾ നമുക്കിത് ഒരു ഫ്ലവറിന് വേണ്ടത് 5 പെറ്റൽസാണ് നമുക്കൊരു ഫ്ലവറിന് വേണ്ടത്. ഇതിപ്പോൾ ഒരു സൈഡ് ഡാർക്ക് ഒരു സൈഡ് ലൈറ്റുമാണ്. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള വശമാണ് ഞാൻ ബാക്കിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു കളർ തന്നെ എടുത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ബ്ലൂ കളറിൽ ഒരു കളർ മാത്രം കിട്ടുന്നുണ്ട്, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. 2 കളറാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. കാരണം ആ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇതെല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മൾ ഫെവിക്കോൾ വേണം. അതിന് ഫെവിക്കോൾ വെച്ചിട്ട് ഫെവിക്കോൾ അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഏത് ഗ്ലൂ യൂസ് ചെയ്താലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ അരികിൽ മാത്രം വെച്ച് കൊടുക്കുക. പിന്നെ ഇതിന് പശ അധികം ആവാണ്ട് നോക്കുക, കാരണം പേപ്പറാണ്. പശ അധികമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഒട്ടാൻ ഒത്തിരി താമസവും. പിന്നെ ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടം വരെ ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടം വരെ നമ്മൾ ഒട്ടിക്കുന്നുള്ളൂ, ഇങ്ങോട്ടൊന്നും ഒട്ടിക്കുന്നില്ല. അതിനെ ഒന്ന് ഫ്രീ ആക്കി വിടുക. അതും ഇതിനെ സ്ട്രെയിറ്റ് നമ്മൾ ഇതിന് പെട്ടെന്നൊരു ഷേപ്പ് ഉണ്ട് ഇങ്ങനെ ചെരിഞ്ഞ്, ആ ഷേപ്പിൽ തന്നെ ഒട്ടിക്കണം. ഇങ്ങനെ ഓരോന്നോരോന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ 5 പെട്ടലും നമ്മൾ ഒട്ടിക്കും. ഇതുപോലെ 5 പെറ്റലും ഒട്ടിച്ചു. ഇപ്പം ഇത് ഉണ്ട്, ആ ഷേപ്പ് കറക്റ്റായിട്ട് പോകാണ്ട് വരുന്നുണ്ടോ. നമ്മൾ സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടി ഇതിനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ഒട്ടിച്ച് വെക്കരുത്, അതേ ഷേപ്പിൽ തന്നെ ഒട്ടിക്കണം. അരികെ ഇങ്ങനെ ഇവിടെ വൈഡായിട്ടാണ് വരുന്ന മോൾ ഭാഗം, അതുപോലെ തന്നെ വരണം. ഞാൻ 5 പെറ്റൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് ഒട്ടിക്കഴിഞ്ഞിട്ട് അതിനെ നമുക്കിങ്ങനെ തിരിച്ച് ഒരു 5 മിനിറ്റ് ഇത് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും. കാരണം ഇതിവിടെ നന്നായിട്ട് ഒട്ടിയതിന് ശേഷം വേണം ഇതിനിങ്ങനെ ചുറ്റിയെടുത്ത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നിൽക്കും. ഇതാണ് നമുക്ക് വേണ്ട ഷേപ്പ്, ഇതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് അതിനെ ഒട്ടിച്ച് മാറ്റി വെക്കുക. കാരണം അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാനിത് പറഞ്ഞ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒട്ടിയിരിക്കുകയാണ്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കമ്പി എടുക്കുക. കമ്പി ഇത് ഫ്ലവർ മേക്കിംഗ് വയറാണ്, മീഡിയം സൈസ് ആയിരിക്കും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അറ്റം ഒന്ന് പതുക്കെ ഇങ്ങനെ മടക്കി കൊടുക്കുക, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാൻ മതി. എന്നിട്ട് അതിനെ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഈ അറ്റത്ത് ഈ കമ്പി ശരിക്കും കാണരുത്, ആ കമ്പി മേലോട്ട് വെച്ചിട്ട് ഇതിനെ അങ്ങോട്ട് കമ്പി മേലോട്ട് വെച്ച് എടുക്കുക. അപ്പോൾ കമ്പി കാണുകയില്ല, നമ്മൾ ആ കമ്പിമ തന്നെ വെച്ച് കെട്ടണം. കമ്പി അധികം മുകളിലേക്ക് നിൽക്കുകയും ചെയ്ത് താഴേക്കും പോയി കഴിഞ്ഞാൽ അത് ഊരിപ്പോവും. അപ്പോൾ കറക്റ്റ് ആ കമ്പിമ വെച്ചിട്ട് നമ്മൾ നൂല് കെട്ടുന്നു. അത് നല്ല ടൈറ്റായിട്ട് ഉണ്ടാവും. നന്നായിട്ട് കെട്ടി
ഇത് വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. കാരണം നമുക്ക് ആ പെറ്റല്ല ഷേപ്പ് കിട്ടിയാൽ മതി. അത് 5 എണ്ണം കട്ട് ചെയ്തെടുക്കുക, അറ്റം ഒന്ന് വളച്ച് പതുക്കെ വലിച്ച് വളച്ചെടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളതിനെ ഒന്നിങ്ങനെ കൈ കൊണ്ട് തന്നെ, ഇതിനെ കൈ കൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ വിടർത്തി കൊടുക്കാം. അറ്റമൊക്കെ വളച്ച് കൈ കൊണ്ട് വിടർത്തി ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നമ്മളതിനെ ടേപ്പ് ഒട്ടിച്ചെടുക്കും. ടേപ്പ് ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് ചുറ്റി. പിന്നെ നമ്മൾ എക്സ്ട്രാ ഇതിന് ഗ്ലൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ പശയുണ്ട്, അത് നന്നായിട്ട് വലിച്ചു കയറ്റുക. താഴേക്ക് 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 ഈ ടേപ്പ് കിട്ടുന്നത് കുറച്ച് പ്രാക്ടീസ് ആയാലാണ് അത്ര ഫിനിഷിങ് വരുള്ളൂ. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്ര ഫിനിഷിങ്ങിലൊന്നും വരില്ല. അപ്പോൾ നന്നായിട്ട് വലിച്ച് വലിച്ച് താഴേക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്ത് റെഡിയാക്കി എടുക്കാം. ഇതും ഫിനിക്സ് പേപ്പർ തന്നെയാണ്, ഗ്രീൻ കളറിലാണ്. ഇതും ഫിനിക്സ് പേപ്പർ നമുക്ക് 2 ഷെയ്ഡായിട്ടുള്ളത് കിട്ടും. ഇതിപ്പോൾ സിംഗിൾ ഷെയ്ഡാണ്. ഇതിലിപ്പോൾ നമ്മൾ ലീഫ് എടുക്കാൻ വേണ്ടി ഞാൻ എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ലീഫിന് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു അളവൊന്നും ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലീഫിൻ്റെ ഷേപ്പിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരേ അളവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ അങ്ങോട്ട് വീണ്ടും ആ സെയിം ഇതിൽ തന്നെ വെച്ച് അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു കമ്പി എടുക്കുക. ഇത് തന്നെ സെയിം മീഡിയം സൈസ് കമ്പി തന്നെ എടുക്കുക. ആ കമ്പീനെ ലീഫ് മേലോട്ട് ഇങ്ങനെ വെക്കുക. ശരിക്കും അറ്റത്തുനിന്നേ വെച്ച് കൊടുക്കണം, ഒരിക്കലും പകുതിക്കൊന്നും വെച്ച് കൊടുക്കരുത്. ഇത് ഏറ്റവും മുകളിൽ നിന്ന് തന്നെ താഴേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഏകദേശം അതേ ലെങ്ത്തിൽ തന്നെ നമ്മൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് തന്നെ ഈ ലീഫിൻ്റെ നടുക്ക് നമ്മൾ കുറച്ച് പശ തേക്കാം. ലീഫിൻ്റെ നടുക്ക് നമ്മൾ ഇതുപോലെ കുറച്ച് പശ തേച്ചിട്ട് അവിടേക്ക് കമ്പി നടുക്കോട്ട് വെക്കുക. അറ്റത്തുനിന്നേ വെക്കണം. ആ കമ്പി ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് നമ്മൾ വേറൊരു പീസ് എടുത്തില്ലേ, ആ പീസിനെടുത്ത് ഇതിലോട്ട് മുട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് സൈഡ് നല്ല ഭംഗിയായി. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഇത് ബാക്ക് സൈഡ് ഈ പീസ് ഒട്ടിക്കുന്നത് അത് ബാക്ക് സൈഡ് ഭംഗിയാവാനാണ്. നമുക്കവിടെ വയർ എന്തായാലും ആവശ്യമുണ്ടോ, കാരണം ഇതിന് ബെൻഡ് ചെയ്തൊക്കെ വെക്കണ്ടേ. ലീഫാകുമ്പോൾ നമുക്കതിനെ വളച്ചൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഷേപ്പ് പോയിരിക്കുകയാണ്. അപ്പോൾ നല്ലോണം ഉണങ്ങി കഴിയുമ്പോൾ അതിന് ഷേപ്പ് അങ്ങ് കൊടുക്കുക. നമ്മൾ കുറച്ച് അതിന് വീതി കൂടിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ലാസ്റ്റ് അതിന് ഉണങ്ങി കഴിയുമ്പോൾ നമ്മളതിനെ കട്ട് ചെയ്ത് നല്ല ഫിനിഷിങ്ങിലാക്കി വയ്ക്കും. അപ്പോൾ നമുക്ക് ഏത് ഫ്ലവറിന് വേണമെങ്കിലും ലീവ്സ് ഇങ്ങനെ എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. നല്ലോണം ഇങ്ങനെ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ബെൻഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഇതും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിനെ നമ്മൾ ഫ്ലവർ ടേപ്പ് ചുറ്റി വയ്ക്കും. ലീഫിന് നമ്മൾ ഫ്ലവർ ടേപ്പ് ചുറ്റുപോലെ ലീഫിന് ടേപ്പ് ചുറ്റി. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ലീഫിന് ആദ്യം തന്നെ ടേപ്പ് ചുറ്റി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവറിൻ്റെ ടേപ്പ് ഇങ്ങനെ ചുറ്റുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിങ്ങനെ ഫ്ലവറിൻ്റെ ടേപ്പ് ഇങ്ങനെ ചുറ്റി വരുമ്പോൾ അതല്ല ഇനി എന്തെങ്കിലും നേരത്തെ ചുറ്റി വെച്ചാണെങ്കിലും കുഴപ്പമില്ല. നമുക്കിതിനെ രണ്ടും കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റി കൊണ്ടുവന്നിട്ട് ഈ ലീഫിനെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അതിനെ കൂട്ടി അങ്ങ് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ അതിന് കുറച്ച് ഫിനിഷിങ് ഉണ്ടാവും. ഇങ്ങനെ വെക്കുമ്പോൾ അതിന് ഫിനിഷിങ് ഉണ്ടാവും. അതായത് നമ്മൾ കമ്പി ഇങ്ങനെ കൂട്ടിക്കെട്ടിയൊന്നും വെക്കരുത്. ഇത് രണ്ടും കൂടി ഇങ്ങനെയാണ് ലീഫ് ഇതുമ്പോൾ നമ്മൾ ഫ്ലവർ മേലോട്ട് ലീഫ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിന് ആർട്ടിഫിഷ്യൽ ലീവ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലെ ലീഫ് അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഭംഗിയായിരിക്കും. ഇപ്പോൾ ഫ്ലവർ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിലേക്ക് കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ലീഫാണെങ്കിലും ഭയങ്കര ഈസിയാണ്. ഫ്ലവറും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.